Welcome to Lulu Comedy Super Night 2 powered by Chunga Jewelry. ആ നമസ്കാരം. എന്താണ് എവിടെയാണെന്ന് കാണുന്നില്ലല്ലോ? ഓ ഇവിടെയൊക്കെ ഉണ്ട്. ഉഷാറല്ലേ? പിന്നെ ഉഷാറല്ലേ? അല്ല ഭയങ്കര ഹാപ്പിയാണല്ലോ രാവിലെ തന്നെ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കറുപ്പ് ഷർട്ടൊക്കെ ഇട്ട്. ആ ഇന്ന് ഗസ്റ്റ് ഇല്ലേ? ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റ് വരും. ഈ സെക്യൂരിറ്റി ഇല്ലേ ഇവിടെ നിന്ന്? സെക്യൂരിറ്റി ഉണ്ടല്ലോ. സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. ഉണ്ടോ? പിന്നെ സെക്യൂരിറ്റി അടിപൊളിയല്ലോ. അല്ല മുസ്തഫ എനിക്ക് ഇവിടെ കണ്ടില്ല വന്നപ്പോ. കണ്ടില്ലേ? ഉണ്ട് ഒരുപാട് ജോലിയല്ലേ അല്ലേ? എല്ലാ കാര്യങ്ങളും മുസ്തഫയിലെ. അല്ല പുള്ളി എവിടെയെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ പണികളൊന്നും ഇല്ല 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 ഇല്ല, ഒരുപാട് ജോലി തിരക്കുള്ള ഒരു മനുഷ്യനല്ലോ. പക്ഷെ ആളത്ര ഇതൊന്നല്ല, നീ ആളത്ര വെടിപ്പല്ല പുള്ളി. ഒന്ന് പോടും. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? സത്യമായിട്ട് അത് പുള്ളിക്കാരൻ ഒരു വേറൊരു സ്വഭാവക്കാരനാണ് പുള്ളി. ആണോ? പിന്നെ ഏയ് നിങ്ങളുടെ മനസ്സിലപ്പോ പുള്ളി ഭയങ്കര നല്ല നല്ല സ്വഭാവമാണ്. അങ്ങനെയാണ്? അതെ. അല്ല താൻ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഏട്ടനാ പറഞ്ഞോളൂ. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം ഇതുപോലെ തന്നെ ഈ മുസ്തഫനെ കുറിച്ച് പൊക്കി പറഞ്ഞു. അതെ. അപ്പൊ അതൊന്നും ശരിയല്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് എങ്ങനെ എങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഒരു കോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മനസ്സിലുള്ളത് നല്ല ആരാണ്? മുസ്തഫനാണോ വിളിക്കുന്നത്? മുസ്തഫനെ വിളിക്കും. ഓക്കെ ഓക്കെ. വേറെ പണി കൊടുക്കാം, ഞാൻ കാണിച്ചു തരാം. അതല്ലേ കള്ളി. സ്പീക്കർ ഫോൺ. ഹലോ 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 ഹലോ, സെക്യൂരിറ്റി മുസ്തഫ അല്ലേ? ആ അതെ അതെ, സെക്യൂരിറ്റി മുസ്തഫയാണ്. ഞാൻ മേട്ടനാണ് സംസാരിക്കുന്നത്. ഹരിശ്രീ മാർട്ടിനോ? ഹരിശ്രീ മാർട്ടി അത് ഗസ്റ്റായിട്ട് ഇവിടെ വരണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല മാർട്ടി, അത് വേറെ ആരെങ്കിലും വിളിക്കൂ. ഹലോ, ഹരിശ്രീ മാർട്ടിൻ അല്ലേ? ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ മാർട്ടിനാണ് സംസാരിക്കുന്നത്. ഒരു മാട്ടറിലേക്ക് വരും മാട്രി. എനിക്ക് ഇവിടെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റിന് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വരാൻ. അയ്യോ അയ്യോ, അത് വേറെ ഒന്നുമല്ല, വരാൻ പറ്റത്തില്ല. വേറെ അത് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ സൂപ്പർ നൈറ്റിനാണല്ലോ, ഫ്ലവേഴ്സിലാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ മൊത്തം കാര്യങ്ങളും വിനയ് സാർ എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് മാറിയാൽ മൊത്തം താളം തെറ്റും. അത് തന്നെയല്ല, വിനയ് സാറിനെ പിരിഞ്ഞ് എനിക്ക് പോരുവാന്ന് വെച്ചാൽ തന്നെ എനിക്ക് മനസ്സിനും വിഷമോ. അതുപോലെ വിനയ് സാറിന് തിരിച്ചു എന്നെ സ്നേഹം, എനിക്കാണ് അതിൻ്റെ 100 മടങ്ങ് അങ്ങോട്ട് സ്നേഹം. പിന്നെ എല്ലാവരും വിട്ടു വരും, അത് ശരിയാവത്തില്ല. കാരണം മൊത്തം താളം തെറ്റും, ശരിയല്ലത്. ഇവിടുത്തെ പെൺകുട്ടികൾ എല്ലാവരും പറഞ്ഞു മുസ്തഫേനെ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നേ. എന്താ പറഞ്ഞേ? ഇത് ലേഡീസ് ഹോസ്റ്റലാണല്ലോ. ഇവിടുത്തെ പെൺകുട്ടികൾ പറഞ്ഞ് മുസ്തഫേനെ തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ടാണ്. എന്നാ ഞാൻ ജോലിക്ക് കയറണ്ടേന്ന് മാത്രം പറ, അത് പറ, അതാദ്യം പറ. അല്ല, ഞാൻ എപ്പോഴാണ് ജോലിക്ക് കയറണ്ടേന്ന് മാത്രം പറ, വേറെ വിഷയം വിട്ട്. അത് വിനയ് ഫോർട്ടിനോട് ചോദിച്ചിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ പുള്ളി? അല്ല അവനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. വിനയ് ഫോർട്ട് ആരാ? ദൈവം തമ്പുരാൻ. അല്ല അവൻ എൻ്റെ കാര്യം തീരുമാനിക്കാൻ എന്തുവാ? അല്ല അത് കൊള്ളാം. അവൻ്റെ കാര്യം ചെയ്ത് തീർക്കാണ്ട് അവൻ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരണം. അല്ല എന്നെ ഉണ്ടെങ്കിലല്ലേ ഇത് വെക്കുന്നത്? അല്ല അത് കൊള്ളല്ലേ. അല്ല നിങ്ങളിപ്പോൾ നിങ്ങൾ ശമ്പളം കാര്യങ്ങളൊക്കെ? ശമ്പളം ഒന്നും വിഷയമല്ല, അതൊക്കെ അക്ക പറ, അക്ക തരുന്നതാ എനിക്ക് ശമ്പളം. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും. പിന്നെ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്യട്ടെ, അത് അറിയട്ടെ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യും. ഒരു പ്രശ്നമല്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അല്ല വിനയ് പോട്ടിന് അവനെ ഒന്നും പറഞ്ഞ് പേടിക്കുക, അതൊന്നും വിഷയമുള്ള കേസല്ല. ശരി ശരി ശരി. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് ഇപ്പോ? ആണോ? പാമ്പിനാണ് നമ്മള് പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കണേ അല്ലേ? പിന്നല്ലാതെ. അതല്ലേ മുസ്തഫ? എവിടെ കൊണ്ടാടോ? ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. വന്നോടോ ഇവിടെ. ഇവിടെ വന്നു. ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഇയാള് വന്നപ്പോ തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ അവിടെ അത് നിങ്ങൾ അറിയേണ്ട വിഷയമല്ലല്ലോ സുഹൃത്തെ. ഞാൻ എന്റെ ജോലി അവിടെ ഇവിടെ ചെയ്യണം, നിങ്ങൾ അറിയേണ്ട വിഷയമല്ലല്ലോ. താൻ ഇവിടുത്തെ സെക്യൂരിറ്റി അല്ലേ? അയ്യോ എന്നും പറഞ്ഞ് എനിക്ക് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ? ഞാൻ അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല താൻ മര്യാദക്ക് സംസാരിക്കണം. ഞാൻ മുതലാളിയും താൻ തൊഴിലാളിയുമാണ്. നീ പോടെ ഇറക്കാ ചെറുക്കൻ എന്തു പറയാ? പോടാ പോടാ പോടാ. അല്ല ചെറുക്കന താൻ എന്താ വിളിച്ചു? എന്താ വിളിച്ചു? അല്ല താനെന്ന് എന്തിനാ എന്നെ വിളിക്കുന്നത്? കോൾ മീ സാർ. ഓക്കെ ഓക്കെ, ദാറ്റ് മീൻസ് ഓക്കെ സാർ യു കോളോ. ഓക്കെ താൻ സാറും അപ്പൊ ഞാനാരാ? ഞാൻ പട്ടാളക്കാരനാ, സാറാ, എക്സ് മിലിറ്ററിയാ. സാറെന്ന് വിളിക്കണം. ഞാൻ തന്നെ മോനെന്ന് എടാതെ ഇറക്കാന്നൊക്കെ ഞാൻ വിളിക്കും. എടോ താനെ ഗുളിക വല്ലതും മാറി കഴിച്ചോ? നിനക്കാണാ വട്ടിന്റെ ഗുളിക വേണ്ട, എനിക്ക് എന്നാ ഗുളിക കഴിപ്പിക്കാതെ? അല്ലേ എനിക്കെന്തോ എനിക്ക് വട്ടുണ്ട്. എടോ താൻ ഇവിടുത്തെ വാച്ച്മാനാണോ? കഴിഞ്ഞോട്ട് സംസാരിക്കല്ലേ ഇടിക്കാൻ എന്റെ തോറഞ്ഞൂടെ എന്റെ എന്താ വിനയ് ഫോർട്ടാണ് സംസാരിക്കുന്നത്. അല്ല പോടാ പോടാ, അടിക്കാൻ കാരണം പൊളിക്കുന്നത് വേണ്ട. പോടാ പോടാ. എന്തോന്ന് വെറുതെ ആവശ്യമില്ലാത്ത കേസും പറഞ്ഞിട്ട് ഇയാൾ എന്ത് കണ്ടിട്ടാണാവോ? വട്ടായോ? അല്ല ഗസ്റ്റിന്റെ അടുത്ത് ഗസ്റ്റ് ഇവിടെ നിൽക്കുമ്പോ ഓഡിയൻസിന് മുന്നിൽ എന്നെ ഒരു കളിയാക്ക്,
ഒരു കയ്യോ അങ്ങനെ അടിക്കാൻ 3 വരെ എണ്ണാൻ പോണ്. എടാ താൻ ഇവിടെ വന്നിട്ട് ഈ സ്റ്റേജിൽ വന്നിട്ട് പാട്ട് പാടി തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. അല്ല പാട്ട് പാടി എനിക്ക് പാടാൻ അറിയാം, നിങ്ങൾ പാടാൻ അറിയാം. ഇവിടെ കിടന്ന് പാടി വെച്ച് ഞാൻ ഇടക്കറുന്നതാണ് കുറ്റം. അല്ല ഇത് മറ്റവന്റെ കുറ്റം എന്നെ തല ചാരി വെക്കുക. ആദ്യം പാട്ട് പാടി അത് വൃത്തിയായിട്ട് ചെയ്യും, എന്നിട്ട് ഇത് ചെയ്യാം. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടും. തനിക്ക് ജോലിയിൽ നിന്ന് പുറത്താക്കും ഞാൻ. അയ്യോ എന്നെ എന്തോ ചെയ്യും? ജോലിയിൽ നിന്ന് പുറത്താക്കും. തന്നെ വേണ്ടനി എന്നെ ഇവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് 100 പേര് പുറത്തേക്കും. അതല്ലേ പോയെങ്കിൽ ചെല്ലുതാ ചെല്ല്. ചുമ്മാ അറിയാന്നെ എന്നെ ഇടിക്കോ? ചിലപ്പോ എന്നെ ഇടിക്കോ? ഇടി അന്ന പിന്നെ അത് കാണണ്ട. മേത്ത് കൈ കൊണ്ടാ ഞാൻ ഇടിക്കും. പിന്നെ അത് കാണണമല്ലോ. ഇടിയും തടയും എനിക്ക് വിഷയമല്ല, ഞാൻ പട്ടാളക്കാരനാണ് കേട്ടോ. എനിക്ക് തന്നോട് കൂടുതൽ എനിക്ക് സംസാരിക്കണം. ഇവിടെ നിന്ന് പൊയ്ക്കോ. എനിക്ക് ഇവിടെ ജോലിയുണ്ട്. ഇതല്ല എന്റെ പ്രശ്നം. കിടക്കുന്നുണ്ട് രാജിക്കത്ത്, രാജിക്കത്ത് എനിക്ക് വേണ്ടത്. എടാ ഒന്ന് പറഞ്ഞു വിടാ, എന്റെ തോമൻ പറഞ്ഞു വിടാ. ഇയാൾക്ക് ഭ്രാന്ത് പൊന്നു സുഹൃത്തേക്ക് സാധനം ഒരു ഇതുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഈ പുള്ളി പറഞ്ഞിട്ട് എന്തേലും കോമഡി സംഭവം ഉണ്ടോ ഇവിടെ എന്ന് പറയാം? ഒരക്ഷരം കോമഡി ഇവിടെ എന്ന് പറയാം. എന്തേലും അഥവാ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ടനലിനകത്തുനിന്ന് പറഞ്ഞു വിട്ടതായി പറയുന്നു. അല്ല ഈ ലോകം മുഴുവൻ കൈയടിച്ചിരിക്കുന്ന പുള്ളിയുടെ സാധനമല്ല. ഓരോ കൗണ്ടറും ഇവിടെ വരുന്ന ഗസ്റ്റിന്റെ ഇടയ്ക്കലും നിങ്ങൾക്കെല്ലാം പറയുന്നത് എന്തുവാ ഇറങ്ങിപ്പോടോ. പിന്നെ എഴുതി തന്നിരിക്കുമല്ലേ ഇറങ്ങിപ്പോ. അതുമല്ല ഒന്നാമത്തെ കാര്യം അഭിനയിക്കാൻ ചൊവ്വ അറിയത്തില്ല. പാട്ട് പാടാനാണ് അത് ലോക തോൽവി. അത് ഇനി ആങ്കറിങ്ങിന് വന്നേക്കുക. അതിന് എൻ്റെ പൊന്നു സുഹൃത്തെ എന്തായാലും മര്യാദയ്ക്ക് ചെയ്യും. ഈ തടിയും തന്നെ ഉണ്ടല്ലോ, ഒന്ന് പട്ടാളത്തിൽ പോകും എന്നെ പോലെ. അങ്ങനൊക്കെ ചെയ്യും. എനിക്ക് ഇവിടെ ജോലിയൊന്നും വേണ്ട. ഗുഡ് ബൈ. ഇനി തന്നെ ഈ ഏരിയ കണ്ടാ മുസ്തഫന്റെ സ്വഭാവം മാറും. ഓക്കെ ഇത് എന്റെ മാത്രം സ്ഥലമുണ്ട്. ഇനി ഞാൻ പോയി കഴിയുമ്പോ ആ വേക്കൻസി വേറെ ആളെ ഇത് പഠിപ്പിച്ച് ചെയ്യിക്കാന്ന് വെച്ചാൽ എന്റെ സ്വഭാവം ഞാൻ ചെയ്യിക്കും. പറഞ്ഞോളെ ചെല്ല് പോ. ജോലി ഇവിടെ ജോലി കണ്ടോണ്ടാ ഞാൻ. മനുഷ്യരൊക്കെ ഇങ്ങനെ മാറും ഈശ്വര. എന്തൊക്കെയായിരുന്നു ഫാമിലി ഫ്രണ്ട്, നിങ്ങൾ ഭയങ്കര ദൈവവും എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? അയ്യോ പറഞ്ഞത് വെറുതെ ഇല്ലെന്ന് മനസ്സിലായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞത്. ഒരു കാര്യം വിളിക്കുന്നുണ്ടല്ലോ. ഹലോ 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 മാട്രം. ഹലോ മാട്രം. ഹലോ. ഞാൻ ഇവിടെ സംഭവം എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവനെ പറഞ്ഞു വിട്ടു. വേറെ വിഷയമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. അപ്പൊ ഞാൻ എവിടെ വരണം, എപ്പോ വരണം, അത് മാത്രം മാട്രം പറയും. അയ്യോ മുസ്തഫ, ഒരു പ്രശ്നമുണ്ടല്ലോ മുസ്തഫ. എന്ത് പ്രശ്നം? ഞാൻ ഇവിടെ നിൽക്കുമല്ലോ, അവിടെ വന്നില്ലല്ലോ. പിന്നെന്ത് പ്രശ്നം? അല്ല നിങ്ങൾ വന്നിട്ടുള്ള പ്രശ്നമല്ല, അല്ലാതൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൽ പണി നടക്കുന്നേ ഉള്ളൂ. ഒരു 6 മാസത്തിന് ശേഷമാണ് ഇത് ബിൽഡിംഗ് പൊങ്ങത്തുള്ളൂ. അതപ്പോ ബിൽഡിംഗ് പണിയുമ്പോൾ അവിടെ സെക്യൂരിറ്റി വേണമല്ലോ. അത് വിഷയമല്ല, ഞാൻ വരാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ മുസ്തഫ, അതിനൊക്കെ ഇവിടെ ബംഗാളികളുണ്ട് നോക്കാനൊക്കെ ആയിട്ട്. ബംഗാളികൾ നോക്കാൻ ഒരാൾ വേണമല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു 6 മാസം വരെ വിനയുടെ കൂടെ നിൽക്കൂ. വിനയുടെ കൂടെ നിൽക്കൂ. ഒരു 6 മാസം അവിടെ ജോലി ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. അയ്യോ അങ്ങനെ പറയല്ലേ. അല്ല അന്നേരത്തേക്ക് പണി തീർത്തുള്ളൂ. തിരക്കുണ്ട്. ശരി ശരി. ഹലോ 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 ഹലോ. എന്താടു തന്നെ ഇവിടെ കണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു. നിന്നെ ഇവിടെ കണ്ടുപോരുന്നെന്ന് സാറ് പറയുന്നത് നിന്നെയാ അല്ലേ? താനെന്താ ചെയ്യുന്നു ഇവിടെ? താനെന്താ ചെയ്യുന്നു ഇവിടെ? ഇയാളെന്താ ഇവിടെ ചെയ്യുന്നത്? എനിക്കറിയില്ല. അല്ലേ? ഇയാള് വന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ എന്നൊരാളെ ഇൻസൾട്ട് ചെയ്യാത്ത അത്രം ഇയാളെ ഇൻസൾട്ട് ചെയ്തു. ഞാനങ്ങനെ ഒരിക്കൽ ഞാൻ വല്ലം പറഞ്ഞു. ഇതുപോലെ നല്ല ആങ്കർ പേരെ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. നല്ലോണം അഭിനയിക്കാൻ അറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്ത് നല്ല പാട്ടാന്നറിയാം. മുസ്തഫ സൂപ്പറായിട്ട് ഈ പാട്ട് പാടുന്ന മനുഷ്യനാണ്. അത് തൊണ്ട ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. അതെന്താ കൂടെ ആളില്ല. ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുക്കട്ടെ. പൈനാപ്പിൾ ജ്യൂസിനകത്ത് കുറച്ച് ഓറഞ്ച് വിട്ട് ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് തൊണ്ട തണുക്കും. ആങ്കർ ചെയ്യാൻ സൂപ്പർ തൊണ്ടയും തെളി. ഇതേ നോക്കിയാ, ഞാൻ 10 മിനിറ്റ് മാറി നല്ല മോത്താ കരിവാളിപ്പ് നോക്കും. കൂടെ ഒരാള് വേണം എപ്പോഴും, എന്ത് കാര്യത്തിന്. തടിയൊന്നും ശ്രദ്ധിക്കുന്നില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, കൂടെ ഇങ്ങനെ ഞാൻ നിൽക്കണം. നിന്നാൽ എല്ലാ കാര്യവും. അല്ല താൻ മറ്റേ ഇവിടെ നിന്ന് പോവാണ്. ഈ കിടക്കുന്ന തന്നെ രാജിക്കത്താണ്. താൻ അടിക്കുന്ന സല്യൂട്ട് ഞാൻ വേറെ ആരെങ്കിലും അടുപ്പിച്ച് കഴിഞ്ഞാൽ താൻ എന്നെ തല്ലും എന്ന് വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു? അതെ, എന്നെ തള്ളിയത് കണ്ട ഇങ്ങനെ തള്ളി തല്ലുകയും ചെയ്ത്. എന്തിനാണ് പറഞ്ഞത്? എന്തിനാണ് നീ അത് പറഞ്ഞ? പിന്നെ തന്നെ തല്ലു. അല്ല എനിക്ക് താല്പര്യമില്ല സുഹൃത്ത്. ഞാൻ ഇവിടെ താൻ
അബദ്ധവശാൽ താൻ പിന്നെ വന്ന് തന്നോടുള്ള എന്റെ സമീപനം വളരെ ബ്രൂട്ടലായിരിക്കും. അയ്യോ അത് വിഷയമില്ല, അത് വിഷയമില്ല. ബ്രൂട്ടലായിരിക്കും. ചിലപ്പോ ഞാൻ ഇടിക്കും. കുഴപ്പമുണ്ടോ? ഒരു ഇടിക്കോ, ഒന്നുകൂടി ഇടിച്ചോ, ഇടിച്ചോ. ഒരു കുഴപ്പമില്ല അല്ലേ? ചിലപ്പോ ഞാൻ ചവിട്ടും, ഞാൻ ചെരുപ്പൂരി തലയിൽ അടിക്കും. കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമല്ല. എന്നെ എന്തുവാണ് ചെയ്തു? തുപ്പ തുപ്പ അല്ലേ? മുഖത്ത് തൊപ്പിയോ കുഴപ്പമുണ്ടോ? തുപ്പിക്കോ അതല്ലേ? മീശത്തുപ്പല്ല, എനിക്ക് പേടിയത്. അതല്ലേ? വേറെ ഒരു തുപ്പിക്കോ, ഇടിച്ചോ. എന്നെ എന്തുവാണ് എന്നെ ഇടിക്കാം? വേണ്ട 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 വേണ്ട, ഒരു പ്രശ്നമില്ല. അല്ല നിർത്തണ്ടല്ലോ. എടുത്തോട്ടെ, എനിക്ക് താല്പര്യമില്ല. പോയിക്കോ. കുഴപ്പമില്ല, ഞാൻ അനങ്ങി ഒന്ന് നിൽക്കുവായിരുന്നു. ഞാൻ എന്റെ പൊട്ട മനസ്സ് എന്തെങ്കിലും തോന്നിപ്പോ ഞാൻ ഓടി ഇങ്ങിട്ടാ വരണ്ടേ. എന്റെ പൊട്ട മനസ്സ് എന്തെങ്കിലും തോന്നിപ്പോ മര്യാദക്ക് ഇവിടെ നിന്നോളാം. എന്ത് ഞാനെന്ത് പറഞ്ഞു? എന്റെ സുഹൃത്തിനെ താൻ കൈവച്ച് കഴിഞ്ഞാൽ അവനാണ് ഈ സ്ക്രൂ കയറ്റുന്നത് ഇവിടെ നിന്ന്. എന്റെ പൊന്ന്, എന്റെ പാപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ എടുക്ക്. ഇനി മേലാൽ ഇവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കുകയോ പാട്ട് പാടുകയോ ഒന്നും ചെയ്യരുത്. ഒരക്ഷരം ഞാൻ പാട്ട് പാടുമ്പോ ഇടക്കിടക്ക് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല, ഞാൻ വരത്തില്ല. സാറിന് നല്ല പാട്ട്, ഞാൻ എന്തിനാ ഇടയ്ക്ക് പറഞ്ഞു. ചെല്ലു. ഓക്കെ, പോയിക്കോളൂ. പോട്ടെ സാറേ. ശരി. ശരി. ഞാൻ അറിഞ്ഞോണ്ടല്ലേ ഞാൻ സോറി. സത്യം പറഞ്ഞ പഠിക്കാൻ വിട്ടാ പഠിക്കാൻ പോയത്. ഞാൻ തുണി വിലക്കി ജീവിക്കേണ്ടിയില്ലായിരുന്നു. വല്ലതും കിട്ടിയോ? അയ്യോ, നാളെ അവിടുത്തെ ഇതെല്ലാം കൊടുക്കണം. 100 എടുത്ത് നാളെ അലക്കാനുണ്ട്, അത് കൊടുക്കണം. കാണുന്ന വഴിക്ക് ഇത് പൂന്തോട്ടമാണെന്ന് അല്ല, ഇത് സ്ഥലം SIയുടെ കളസവാ. ഇതിലിനി അണ്ടയിടാൻ വേറെ ഭാഗമൊന്നുമില്ല. തയ്യക്കാരന് ഉപേക്ഷിച്ച് കൊടുത്തതായിരിക്കാം. എന്നാൽ ഇത് കഴിവാൻ തരുന്ന സ്ഥലം SIയുടെ ഭാര്യയ്ക്ക് ഒരു മര്യാദ വേണം. എന്നാൽ ഇട്ടുകൊണ്ട് കിടക്കുന്ന അങ്ങാർക്കോ നാണമില്ല. ഇനി എനിക്കെന്തിനാ ഇത്? പോട്ട് വേണ്ട, നമ്മൾ അറിഞ്ഞു വെച്ചോണ്ട് മീനെ കൊല്ലുന്നത് ശരിയല്ലല്ലേ. അവിടെ കിടക്കാം, അതവിടെ കേട്ടോ. ഇനി ഇത് കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് ഞാൻ സെൻട്രൽ ജയിലിൽ പോയാലും വലിയ വിഷയമൊന്നുമില്ല. ഇതേതാ ഇത്? വിരൽ വിഴുങ്ങി ഇത് എന്റെ ഇത് എപ്പ കയറട ഇതിനകത്ത്? നീ ഇതിനകത്ത് എപ്പ കയറിയെന്ന് ഇങ്ങോട്ട് കയറി കാര്യം പറഞ്ഞിട്ട് അടുത്ത് എന്റെ ഭഗവാനെ, നീയാണോ തൊട്ടി കിടന്നത്? ആ പെണ്ണ് പറഞ്ഞ് തൊട്ടിലടിച്ചോണ്ടോ ചേച്ചി വന്ന് കഴിവണേ നാളെ ഇഞ്ഞ് കൊണ്ടുവരണേന്ന് പറഞ്ഞ്. ഒരു പേപ്പറിന്റെ പേറ്റും ഇല്ലല്ലോ. അങ്ങനെ അറിഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടിട്ടൊന്ന് ഇവിടം വരെ കൊണ്ടുവരുമായിരുന്നോ? ഞാൻ ചോദിച്ചത് കേട്ടോടാ. തുണി കെട്ടാത്ത കയറി കിടന്നത് ഇത്ര ചുമന്നോണ്ട് വന്നല്ലോ ഞാന്. ഏതാണ് നീ? എവിടത്തെയാടാ? എന്താ എന്റെ അച്ഛനാ? വല്ല രാജാവാ? കൊമ്പത്തെ രാജാവാണോ? അത് പറ. മറ്റേ മരം കൊത്തി മരസ്നേഹി. ഒരു ദിവസം നിന്റെ അച്ഛനെ ഇല്ല മരം കണ്ടോ? ആ മരത്തിന്റെ ഉച്ചാമണ്ടയിലിരുന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വലിയ സ്നേഹമാണ് ആ മരത്തിന്. അനി ആ 1/2 ഇഞ്ച് മെറ്റിലൊരു ഒറ്റ ഏറെറിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇട്ടങ്ങാരെ. എനിക്കറിയോ, പട്ടി കയറി കൊണ്ട് പോലെ ഇതിനകത്ത് നീന്തി രക്ഷപ്പെട്ടു പോയത്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം, ഇങ്ങനെ ഏറ് മെറ്റിൽ നിറഞ്ഞ ഒരു ചേച്ചി അറിയോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? എണീരിപ്പോ ചെല്ലി. നീ ആ തന്തയുടെ മോനല്ലയോ? എനിക്ക് പോ വലിച്ചോടിക്കണ്ടെങ്കിൽ ചെമ്പിലരയനോ? നീ ചെമ്പിൽ അശോകന്റെ ബന്ധുവല്ലോ ആണോ? അല്ല, പാട്ട് പാടിപ്പോ ആ രീതിയിലൊക്കെ പാടിയെന്നുള്ളൂ. എത്ര വർഷത്തെ പഴക്കമുണ്ട് ആ പാട്ടിന്? 10-13 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ നീ കഴുകിയേക്കണം കേട്ടോ. അതെന്തിനാ? ചെമ്പല്ലിയോടെ ചിലപ്പോ ക്ലാവ് പിടിക്കാൻ കഴുകി കളയാൻ നല്ലതാ പുളിവെള്ളം. ഉണ്ടോ ഇതങ്ങനെ വെള്ളം കലങ്ങിയത്? കലങ്ങിയത് അങ്ങനെ തെളിഞ്ഞു കിടന്ന വെള്ളമുള്ളൂ. വെറുതെ അല്ല, ഈ തുണിക്കകത്തിരുന്നുള്ള ചെളി മുഴുവനാ പോയേക്കണേ. ഈ ചെളി ഉണ്ടായിരുന്നു 4 വാഴ നടാറ്. നിന്റെ അമ്മ എന്റെ അടുത്ത് ഈ തന്നതാ.
ഇത് അശോകന്റെ മുണ്ട ഒന്ന് കടിയിൽ തരണേ മോളെ എന്ന്. കേട്ടോ? വേറെ ഒരെണ്ണം ഇരിപ്പോൾ എടുത്ത് കാണിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട. ആ എന്നാ പിന്നെ മിണ്ടാതെ അവിടെ നിന്ന് ചെയ്യാൻ നോക്ക്. ആ ചെയ്തോളാം. അതെ ഇങ്ങോട്ട് തെറ്റി ഇത് എന്റെ സ്ഥലം. ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ നിന്നോണ്ടാണ് എല്ലാ ദിവസവും മീൻ പിടിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പിടിക്കുന്നതല്ല, ഞാൻ കണ്ടുവച്ച ഒരു പ്രശ്നമുണ്ട്. ചൂണ്ട പിടിക്കല്ലേ, ചൂണ്ട പിടിക്കല്ലേ, പിടിക്കല്ലേ അല്ല പിന്നെ ഞാൻ പാമ്പനെ തല്ലിക്കൊല്ലാൻ വന്നോ? അല്ല, ഇതിനകത്ത് അങ്ങനെ ചോദിച്ചത്. ചൂണ്ടയില്ല, നൂലുമില്ല, പിന്നെ അങ്ങനെ മീൻ പിടിക്കും. മറ്റേ ടി വിയിലെ പശയുടെ പരസ്യം കാണിക്കത്തില്ലേ, അതുപോലെ ഞാൻ പശ തയ്ച്ച് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിടും. അതിനകത്താകുമ്പോൾ 9 എണ്ണം കിട്ടും, അതിനകത്ത് ഒരെണ്ണേ കിട്ടത്തുള്ളൂ. എന്റെ പശുവിന്റെ പശ തേണ്ടിരിക്കുന്നു. ഇതോ? ആ, ഈ ചോറോ? പിന്നെ ചോറിങ്ങനെ ഒട്ടിക്ക് വെക്കും, വെള്ളത്തിലോട്ട് മുക്കും, മീനെ പിടിക്കും. എന്നാ എന്നാ പിന്നെ ഇത്ര ധൃതിയാണ് നീ മാർക്കറ്റിൽ പോയി 2 കിലോ മീൻ മേടിച്ച് ചോറുണ്ടാ പോരായിരുന്നോ? ആ മീൻ കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാനൊക്കത്തില്ല. അതിനാ വീട്ടിൽ കഴിക്കേണ്ട ചോറല്ലേ ഈ ഇരിക്കുന്നത്. എന്നാലും വേണ്ട, പോ പോ പോ. പറ്റത്തില്ല. ഞാൻ സ്ഥിരം ഇട്ടോണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചേട്ടാ ഇത് സമ്മതിക്കല്ലേ. എന്റെ കളവൻ മാറി, മാറി, മാറി. മാറിയിരി. നിനക്ക് അവിടെ നിന്ന് ഒരു കോപ്പ് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ആ, അവിടെ നിന്നൊന്നും കിട്ടത്തില്ല. ഇതെന്ന് വെച്ചാൽ മീനിന്റെ അപ്പനല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കിട്ടാതിരിക്കാൻ? കിട്ടത്തില്ല. എന്റെ പൊന്നനിയ, നീ ഈ ചൂണ്ടയിട്ട് വിളക്ക് ഇരിക്കാതെ ആദ്യം ഒരു വല വാങ്ങി. വല വാങ്ങിച്ച സുന്ദരമായിട്ട് വീശി ഉള്ള മീൻ കൊണ്ടോ വെറുതെ ചൂണ്ടയിട്ട് നേരം കളയാതെ. 5 വർഷം പാട് വലയുടെ പരിപാടി ഞാൻ നിർത്തി. അതെന്ത്? ഞാൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ചൂണ്ടയിടാ വല മേടിക്കാന്ന് പറഞ്ഞു. എന്റെ കയ്യെ കിടന്ന ഒരു മോതിരം കൊണ്ട് വിറ്റ് ഒരു വല മേടിച്ചു. വല മേടിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ കറക്കി കായലിൽ തീർത്ത് പോയി കറക്കി അങ്ങ് ഇട്ടു വല നേരെ വെള്ളത്തിലേക്ക്. വല നേരെ വെള്ളത്തിൽ ചെന്ന് വീണ്. വലയല്ലെന്നോ, പിന്നെ? ഞാൻ വെള്ളത്തിലേക്ക്, വല കരയിലും. പിന്നെ ചെറിയൻ കളയാൻ പറ്റിയല്ല നമ്മുടെ. വീണ്ടും ഞാൻ കറക്കി അങ്ങ് വിട്ടു, ഒറ്റ ഏറെ വല നേരെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര വെയിറ്റ് വലിച്ചിങ് കയറ്റിയപ്പോ ഞെട്ടിപ്പോയില്ലേ. എന്തിനാ? ഒരു മത്സ്യകന്യക. ഈ പുഴയെന്ന് മത്സ്യകന്യക. മത്സ്യകന്യ. പിന്നെ ഞാൻ എല്ലാരും കൂടെ പറഞ്ഞ് അങ്ങ് കെട്ടിച്ചു. ഓ അത് അത് പറ, നിന്റെ ഭാര്യ. ഓ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ആ സാധനത്തിന്? മത്സ്യകന്യയല്ല, നേരിട്ട് കാണണം, മരയോന്ത. മരയോന്ത് കേട്ടോ. നിനക്കത് മത്സ്യകന്യായിരിക്കും. ആ അതെ, ഏതായാലും കുറെ നേരം ഇവിടെ കുത്തിയിടാൻ തുടങ്ങിയിട്ട് ഒരു സാമാനം പോലും കിട്ടിയില്ല. ആണല്ലേ? ഞാൻ പോവാ, വീട്ടിൽ പോവാ. എന്തിനാ ഇത് ഞാൻ അത്യാവശ്യം? എനിക്ക് 5-10 ആകുമ്പോഴേ ടൗൺ വരെ പോകണം. എന്ത്? ഞാൻ അടുത്ത ആഴ്ച ഗൾഫിന് പോവല്ലേ. ആ നല്ല കാര്യം. എന്റെ പൊന്ന് അശോക, ഞാൻ നിന്റെ പറയാറുണ്ട്, ഗൾഫിൽ പോയി വല്ല ജോലി അങ്ങനെ നോക്ക്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ വിസയം കൊണ്ട് ആൾ വരുവേ. എത്ര മണിക്ക്? 5:10. ആ നീ ഇരിടാ, കുറെ സംസാരിച്ചിട്ട്. അയ്യോ സമയമില്ല, സമയമില്ല. ഈടാ ഇവിടെ ഇരിടാ, 5:10 അപ്പാപ്പൻ ഇവിടെ കരുതി കിട്ടോ. എനിക്ക് ഇന്നിപ്പോ ഒരു മൂടുമില്ല, ഒരു സാധനം പോലും കൊത്തൊന്നുമില്ല. അത് ശരി. ആ ഞാൻ പോകുന്നില്ല. കൂട്ടുമില്ല. ആ അല്ല നീ പോയിക്കോ. മറ്റേ ഇല്ല, പിന്നെ സാബുവിന്റെ പെണ്ണിഞ്ഞോട്ട് വരാന്ന് പറഞ്ഞേ കുളിക്കാനായിട്ടേ. സാബുന്റെ ഇന്നലെ കല്യാണം കഴിഞ്ഞ സാബു ഇല്ലയോടാ? അല്ല പള്ളികളിയെ. ആ ആ സാബുവിന്റെ പെണ്ണിഞ്ഞോട്ട് വരാന്ന് പറയും കുളിക്കാനായിട്ട്. ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അവക്ക് എന്നെ കണ്ടപ്പോൾ ഒരേ നിർബന്ധം പുഴയിലിറങ്ങി ഒന്ന് കുളിച്ചാലോ. ഞാൻ പറയും മോളെ നല്ല വെള്ളം കുളിച്ചിട്ട് പോകാൻ പറഞ്ഞു. കുളിക്കാൻ വരുമോ? അവളിഞ്ഞോട്ട് വരും ആഹാ. കേട്ടോ. അപ്പൊ അവള് വരും കൂട്ടിനെ. എന്നാ വരാൻ ഞാൻ പിടിച്ചിട്ടാ പോകും. അല്ല വരാലേ, കൊത്തിയതാ. പിടിക്കാൻ വേറെ ഒന്നുമല്ല, നമ്മള് കളഞ്ഞതാണ്. നിനക്ക് 5:10 വിസ ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞോളൂ. 15 പറഞ്ഞു. 5:10 പറഞ്ഞത്. അല്ല ചേച്ചി, 15 രാത്രിക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞല്ലേ. ഞാൻ അവിടുത്തുകാരനല്ല, എന്നോട് ചോദിച്ചു. 5:10 പറഞ്ഞിട്ട് 10:05 ആ എത്തിയല്ലേ? ആര്? മോളെ അവിടെ ഇരി. നീ ഇവിടെ ഇരി. ആദ്യമായിട്ടല്ലേ ഒരു പുഴയൊക്കെ കണ്ടിരി. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അപ്പുറം വല്ലതും ഉണ്ടോ? ഞാനല്ലേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. എല്ലാ കാര്യവും കിടുകിടാന്ന് പറഞ്ഞ് ഞാൻ നടത്തി തരും. നിങ്ങളോട് വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കി തരാൻ പറ്റോ? മെമ്പർ തിരക്കി എടുക്കാത്ത സ്ഥലമില്ല ഞാൻ. പഞ്ചായത്തിൽ നിന്ന് ശോചനാലയം കൂടെ കൊണ്ടുവന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ വന്നിട്ട് എനിക്ക് ഒരു ഉണ്ടാക്കി തന്നോളൂ. ഉണ്ടാക്കി തന്നോ? ആ ശോചനാലയം. ശോചനാലയം ഇല്ലേ? ഇല്ല. എന്റെ മൊബൈൽ കാണിച്ചേ. മൊബൈൽ വലിയ മൊബൈൽ 65,000 രൂപയുടെ. 65,000 രൂപയുടെ മൊബൈൽ മേടിക്കാൻ നിനക്ക് കാശുണ്ട്. നിനക്ക് ശോചനാലയം പണിയാൻ കാശില്ലേ? ശോചനാലയം നീ എന്തിനാ മേടിക്കുന്നത്? നിങ്ങൾ പറയുന്നത് നിനക്കൊരു സന്തോഷ വിഷയമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇടാ, നിനക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാനുള്ള പൈസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഏറുപാടായിരിക്കും. ഏറുപാടോ? ഭൂമി സ്ഥലം ഇല്ലാത്ത എനിക്ക് പിന്നെ ഞാൻ എവിടെ വീട് വെക്കും ഏറുപാടത്തിലല്ലാതെ? അതൊക്കെ പക്ഷെ ഞാൻ വേറെ വീട് വെച്ച് റെവേൽ പുറമ്പോക്കില് ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്. അത് വിട നിന്റെ വീട് ഞാൻ കണ്ടായിരുന്നു. ചേച്ചി ഇത് കേൾക്കണം കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച ഒരു ട്രെയിനിന്റെ മുകളിൽ അടിച്ചാൽ ഉടനെ അങ്ങ് വീടാവുക. ഞാൻ താമസിക്കുന്നുണ്ടല്ലോ.
മെമ്പർ രാജേന്ദ്ര തന്നെ ഈയിടെയായിട്ട് കുളിക്കടവിലേക്കൊന്നും കാണുന്നതേയില്ലല്ലോ. ഓഹോ, ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രാലയത്തിൽ കൃഷിക്ക് വേണ്ടിയുള്ള പൈസ വാങ്ങാൻ പോയിരുന്നു. അത് നല്ല കാര്യമാണല്ലോ. കളവാവിടുന്ന് വീട്ടിൽ വന്നിട്ട് ടി വി തുറന്ന ഈ സൗണ്ട്, റേഡിയോ തുറന്ന ഈ സൗണ്ട്, ഒരുമാതിരി പഴുത്ത് കവക്കെട്ടുള്ള മനം മറിക്കുന്നത് അവിടുന്ന് ഒരു വല്ലാത്ത സൗണ്ട് കൊണ്ട് വന്നേ. അതൊക്കെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പഞ്ചായത്ത് 100 കൂട്ടം കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോവാ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പഞ്ചായത്തിലോട്ട് വന്നാൽ കാര്യങ്ങൾ ഞാൻ നടത്തി. ഈ കൊച്ചിനെ അറിയോ? ഞാനത് എവിടെയോ നമ്മുടെ സാവുവിന്റെ പെണ്ണ്. ഏത് സാവ്? നമ്മളപ്പുറത്തെ സാവ് ഇന്നലെ കല്യാണം കഴിഞ്ഞ കറുത്തല്ല പല്ലുകളിൽ പല്ലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് കറാന്നിരിക്കുന്നു. നല്ല കറുത്ത, പക്ഷെ ഇത്രയും വലിയ കറുപ്പില്ല. തെങ്ങും കുറ്റിക്ക് തീ പിടിച്ച കണക്ക് ഇങ്ങനല്ല, വൃത്തിയുണ്ട്. തുണിയനക്കാനൊക്കെ ആയിട്ട് വന്നായിരിക്കും. കാര്യങ്ങൾ നടക്കട്ടെ. കാര്യം 100 അല്ല, കൂട്ടം കാര്യം തുണിയലക്കാനല്ല മെമ്പറേ. ഇവിടെ അവക്ക് പുഴ കണ്ടപ്പോ ഒന്ന് കുളിക്കണം, നമ്മൾ കുളിക്കാനായിട്ട് വന്നതാ. കുളിക്കാനായിട്ട് വന്നു. കുളിക്കാൻ വന്നതാ. ഇവിടെ മറിക്കാൻ നോക്കട്ടെ. ചവിട്ട് പൊളിക്കല്ലേ അതെ. അവിടെ പൊളിക്കുന്നതല്ല. നാളെ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കരക്കാരുടെ വീട്ടിലോട്ട് ആരും വന്ന് അന്വേഷിക്കുകയല്ല. പഞ്ചായത്ത് മെമ്പറുടെ തലയിലിരിക്കും. കാര്യം മനസ്സിലായോ? അതായത് ഈ കൽപ്പടവും മുഴുവനും ഇളകിയിരിക്കുവാണെന്നേ. എവിടെയാണ് കുഞ്ഞിന്റെ വീട്? എവിടെയാണ്? പത്തനംതിട്ട. പത്തനംതിട്ടല്ലോ. പത്തനംതിട്ടൊക്കെ അറിയാവോ? ഇല്ല. എന്റെ ദൈവമേ, പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പോലല്ല. നല്ല റബ്ബറാ, നല്ല റബ്ബർ മാത്രമല്ല ചാടിച്ചാടി എന്നുള്ള ആൾക്കാർ. അതാ അല്ല മെമ്പർക്ക് പോണ്ടേ? ഈ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ പെണ്ണുപിള്ള വന്ന് കയറാതെ നല്ല മുക്കിന് അല്ല, അത്യാവശ്യം അവിടെ പോണോന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പറിനോട് ശരി. അല്ല, ഞാൻ ചോദിച്ചത് അതായത് ഇപ്പോൾ അവിടെ പോയി കാര്യങ്ങൾ പറയട്ടെ. മോളെ സമയം കളയണ്ട, ഒരു കാര്യം ചെയ്യ്. തണുപ്പൊക്കെ വീട് ചെല്ലു, കുളി ചെല്ലു. പിന്നെടാ പിന്നെ ഞാൻ വല്ല വിളിച്ചാൻ പറയാം. കുറെ നേരമായിട്ട് അത് കണ്ടു. മെമ്പർ എന്താ സംസാരിക്കുന്നത്? നിങ്ങൾ ഇവിടെ അലക്കാൻ വന്നാണെങ്കിൽ അല്ല ആ കൊച്ചു കുളിച്ചാച്ച് വീട്ടിൽ പോട്ടെ. കൊച്ചു വിളിച്ചോളാം. നിങ്ങൾ മെമ്പർ കാര്യം നോക്ക്. അല്ല മോളെ, നിനക്ക് പഠിത്തമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ? ഞാൻ 10 തോറ്റ് ചേച്ചി. അതൊന്നും കുഴപ്പമില്ല. തോറ്റാല് ടെസ്റ്റ് എഴുതിയാൽ മതി, പാസ്സാകും കേട്ടോ. ഇനി അതിനൊന്നും ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കല്യാണം കഴിഞ്ഞ് എത്ര പിള്ളേർ ഇവിടെ പഠിക്കുന്നത്? അവിടുന്ന് മോളെ കുളി ചെല്ല് സംസാരിക്കണ്ട, പെട്ടെന്നാവട്ടെ. ചേച്ചി അലക്കാൻ പോവാണോ? ഞാൻ അലക്കാൻ മോള് കുളിച്ചതിന് ശേഷം എനിക്ക് വിളിക്കാൻ. ആണോ? അന്ന് ഞാൻ പെട്ടെന്ന് വിളിക്കാം. അടി വേറെ കാര്യമുണ്ട്. എനിക്ക് പഞ്ചായത്തിൽ ദൂരകൂട്ട പരിപാടി ഉള്ളതാ. അതിനിടെ ഞാൻ ഇവിടെ കിടന്നിട്ട് ഇത്തായി കളിക്കാൻ നേരത്ത് നിങ്ങൾ അലക്കാൻ വന്നാണ് അലക്കേറ്റ് പോകും. മെമ്പർ ഇവിടെ ആരും പിടിച്ചു കെട്ടിയായിരുന്നു. നിങ്ങൾ കുളിക്കുന്നവരെ അറപ്പിക്കാവുന്നു. ആരപ്പിക്കുന്നു? നീ ഇതാണ് കുളിപ്പിച്ചായിരുന്നോ? ഇവിടെ മാറിയില്ലേ ഇപ്പൊ കുളിക്കാൻ വന്നേക്കുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ശാപം പഠിച്ച ചത്തു. എന്തോന്ന് ശാപം? അശോകൻ വന്നേടാ, ഇനി വന്നേ. ഞാൻ വേറെ മെമ്പർ കൂടെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാ. വേറെ കൊണ്ടല്ല. ഇവളെങ്ങനെ ഉണ്ടാ കാണാൻ? അല്ല സുന്ദരിയല്ലേ? സുന്ദരിയല്ലേ? ഞാൻ കുറ്റവും കുറവും മോളെ കുറ്റവും കുറവും പറയല്ല. ചേച്ചി അങ്ങനെ കരുതിയും ചെയ്യരുത്. ഈ സാബു എങ്ങനെ ഇരിക്കുന്നു, ഇവളെങ്ങനെ ഇരിക്കുന്നു? മോനെ, അവന്റെ പല്ലിതാ ഈ നീളമുണ്ട്. ഇത്ര നീളത്തിന് മുമ്പ് ഈ 4 പല്ല്. അത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിന്? വീട്ടിൽ ചെലവില്ലെങ്കിൽ അവനെ അങ്ങ് മലത്തിക്കെടുത്തിട്ട് തേങ്ങ എടുത്തിട്ട് ചെറുതീ എടുത്താലോ? അല്ല, അങ്ങനെ കുഞ്ഞിനെ ഇട്ട് വിഷമിപ്പിക്കരുത്. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് സന്ധ്യയാക്കാതെ ഇരുട്ടായി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണത്തില്ലെന്നാ. കണ്ണ് കാണാൻ നടക്കുന്നതായിട്ട് കേട്ടോ. മോളെ കുറ്റം പറയൊന്നുമല്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പക്കാരാ, ഞാൻ കുറ്റം പറയുകയല്ല. കാര്യം അവന്റെ സാബുവിന്റെ സ്വഭാവം നല്ല സ്വഭാവമാ, നല്ല പയ്യനാ. ആരും ഇന്നലെ ഇച്ചിപ്പോ വർത്താനം പറയല്ല. എങ്കിലും വൈകുന്നേരം 5-5:30 മണിയാകുമ്പോഴത്തേനും ഒരു 1.5 അടിക്കുമോ? 1.5 പെഗ്ഗൊക്കെ അടിക്കാത്ത ആരാ ചേച്ചി ഇന്നത്തെ കാലത്തുള്ളത്? 1.5 ലിറ്റർ തേങ്ങ പണ്ടത്ത് മോഷണം നടത്തിയതൊക്കെ പഴയ കാര്യം. അതൊന്നും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട മോളെ. ഞാൻ കുറ്റം പറഞ്ഞല്ല. പിന്നെ സാബു എന്ന് പറഞ്ഞാൽ എല്ലാ പണിക്കും പോകും. പിന്നെ അവന്റെ മുഖം ഒരുമാതിരി. നീ ഫോട്ടോ കണ്ടിട്ടാണോ അവനെ ആദ്യമേ ആലോചിക്കാൻ വരാൻ പറഞ്ഞത്? പെണ്ണ് കാണാനൊക്കെ വന്നതാ. എന്നിട്ട് നീ നിന്റെ കണ്ണിൽ കുരുവായിരുന്നു. അവനെ കണ്ടായിരുന്നു നീ? എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മ അച്ഛനൊക്കെ പറഞ്ഞു നല്ല ചെക്കനാന്നൊക്കെ പറഞ്ഞപ്പോ. എന്നാലും മോളെ, അല്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല അശോക. കണ്ടു കഴിഞ്ഞ ഒരുമാതിരി വല്ലാത്തൊരു, എങ്കിലും അവൻ നല്ലവനാ കേട്ടോ. ചേച്ചി എന്ത് വർത്താനൊക്കെ പറയണേ എന്റെ കെട്ടിയവനെ പറ്റി? എന്താ ഞാൻ പറഞ്ഞത്? അമ്മ പറഞ്ഞു ചേച്ചിനായിട്ട് അധികം ഒന്നും ഒളിപ്പിക്കാൻ നിൽക്കണ്ടാവും. നിന്റെ അമ്മ അങ്ങനെ, നിന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ പറഞ്ഞത്? അത് അവര് പറയും. സത്യം പറയാമല്ലേ? നിന്റെ ഭർത്താവ് കൊരങ്ങനാ, വെറും കൊരങ്ങനാ. കണ്ടവര് പല കൊരങ്ങനാണ്. ബാബു കൊരങ്ങനല്ല, ചിമ്പൻസിയാ ചിമ്പൻസി. കേട്ടോ, വെറും വൃത്തിയായിട്ട് കൊരങ്ങനാ.
അതുകൊണ്ട് മോളെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം പിന്നെ എന്തിനാ നീ കഴുത്ത് നീട്ടി കൊടുത്തത് കേട്ടോ? അങ്ങനെയൊന്നും പറയല്ലേ, എന്താ പറയല്ലേ? അങ്ങനൊന്നും പറയല്ലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഈ പെണ്ണിന്റെ മുന്നിൽ വെച്ച് അവൻ കുരങ്ങനാന്ന് പറഞ്ഞാൽ അതിനൊരു സങ്കടം പിന്നെ ഉണ്ടാവും. കുരങ്ങനല്ലാതെ പിന്നെ കുരങ്ങാന്ന് വിളിക്കാൻ ഞാൻ എന്താ പറയുന്നത്? എന്താ പറയുന്നത്? നീ നിന്റെ ഭർത്താവ് കുരങ്ങന ഉള്ള കാര്യം പറയാലോ. മക്കളെ നിന്റെ കുരങ്ങന വെറും കുരങ്ങന. എനിക്ക് ഈ ബന്ധം വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ അപ്പഴേ പറഞ്ഞാണ് എനിക്ക് ആ ചേട്ടനെ വേണ്ടാന്ന്. അല്ല ബന്ധം വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുവല്ലേ, ഒന്ന് കുളിച്ചേച്ചു പോ. ഹേ, കിളവ. ഇന്ന് ഇതിന് രണ്ടിലൊന്ന് തീരുമാനം അറിയാതെ ഞാൻ ഇനി ഇവിടെ നിൽക്കൂല. അല്ല അശോക, ഞാൻ സത്യമല്ല. നിങ്ങളുടെ ഇതൊക്കെ തീർന്നല്ലോ. നിങ്ങളുടെ വിഷമം കൂടെ തീർന്നല്ലോ. അല്ല, ആ പെങ്കൊച്ചിനെ പാവം പിടിച്ച പെങ്കൊച്ചിനെ ഇവിടെ പറഞ്ഞു വിട്ടപ്പോ നിങ്ങളുടെ വിഷമം കൂടെ തീർന്നല്ലോ. ഞാൻ പറയാനുള്ളതല്ലേ പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ പണി നോക്ക് പോലും അങ്ങോട്ട്. മനുഷ്യനൊക്കെ ഒരു ക്ഷമയുണ്ട് കേട്ടോ. പാവം പിടിച്ച കൊച്ചിനെ ഇതാന്നും പറഞ്ഞു വിട്ടേച്ച്. അതെ അത് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരും. ഇവിടെ ചുറ്റിപ്പറ്റി നിക്കാം. വേറെ കൊളവാ കൊച്ചിനെ അറിയാൻ അതെ, നിങ്ങൾ സംസാരിക്കുക പറയുകയോ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നോ. ദേവി ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഞാനേ ഒന്ന് കുളിക്കാൻ പോയാ അതെന്നാ ചെറ്റത്തിലാണ് കാണിക്കുന്നത്. ഞാൻ കുളിക്കാൻ നേരത്തെ നിനക്കൊക്കെ ഇത്ര വലിയ ഓട്ടം. മിമിക്രി വേദിയിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് എത്തിയ ഇന്ന് സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ ഷോകളിലും നിറസാന്നിധ്യമായ പ്രജോദ് കലാഭവനാണ് ഇന്ന് ഗസ്റ്റ് ആയിട്ട് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം പ്രജോദ് കലാഭവൻ. पुदीना देगा नाका नागिना देगा चिकनी चमेली देखी चिकना कमीना देगा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेकर आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का खड़ा है कम वक्त छोड़ना जाने ना ചിലപ്പോൾ ഒരു അമേരിക്കൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതെ അതെ അല്ലേ? അതെ അതെ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു? നിങ്ങളൊരു ഭയങ്കര രസമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ അത് അവിടെ അമേരിക്കൻ മലയാളികൾ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു മലയാള സിനിമ അവാർഡായിരുന്നു. അപ്പോൾ അതിൽ ദുൽഖറിനും ചാക്കോച്ചനും ആയിരുന്നു അവാർഡ്. അപ്പോൾ ആ രണ്ടുപേര് മലയാളത്തിലെ രണ്ട് താരങ്ങളുടെ കൂടെ അമേരിക്ക സന്ദർശിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചേട്ടൻ അവസാനമായിട്ട് കാണുന്നത് മറ്റേ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന അതെ ആ സിനിമയിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ല കണക്ട് ചെയ്യേണ്ടത് തോന്നുന്നു. ചേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടർ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ പ്ലേ ചെയ്തു 1983 അതെ അതെ അല്ലേ? അതെ അതെ അതെ. 83 കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഡയറക്ടർ എബ്രൻ ഷൈൻ തന്നെ പറഞ്ഞു നമുക്ക് അടുത്ത പടത്തിൽ നല്ലൊരു വേഷം തരാം. അപ്പോൾ അതിൽ മുടിയൊക്കെ ഒന്ന് പറ്റയടിച്ച് ഒരു നല്ല പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷം തരാം. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കണ്ടില്ല സിനിമ ഞാൻ കണ്ടു ഞാൻ 2 തവണ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അതുപോലെ ക്രിസ്മസ് സിനിമയിലും വിനയ് ഫോർട്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൺഗ്രാജുലേഷൻ അങ്ങോട്ട് തിരിച്ചു പറയാം. ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നോൺ ആക്ടേഴ്സ്, അതായത് ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഹൈലൈറ്റ് നോൺ ആക്ടേഴ്സ് ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു പറ്റം ആളുകൾക്ക് ഒരു ലൈഫായി തോന്നുന്നു എല്ലാ സിനിമ. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് അതിലുള്ള നമ്മുടെ സുരേഷ് സുരേഷ് സുരേഷിന്റെ പാട്ടൊക്കെ എല്ലായിടത്തും കൊച്ചു പിള്ളേർ വരെ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, ഈ പാട്ടൊക്കെ എല്ലാവരും പാടി നടക്കുക. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ വരുന്ന കലാകാരന്മാരുടെ പെർഫോമൻസസ് ആണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പും പല ഷോസിലൊക്കെ നമ്മൾ ടി വിയൊക്കെ കാണുമ്പോൾ ചേട്ടൻ ഭയങ്കര രസമായിട്ട് പാടുന്ന കേൾക്കാറുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്ര ടീമുണ്ട്. അപ്പോൾ തേജേട്ടനുണ്ട് നമ്മുടെ ഒപ്പം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ടൊരു പാട്ട് പാടി തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും ആരംഭിക്കാം. ഓ ചാഞ്ഞു നിക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കേറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പല മരത്തിലും മൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്തു തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. ചാഞ്ഞു നിക്കണ ചാഞ്ഞു നിക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കേറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പല മരത്തിലും മൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്തു തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ. അക്കരെ നിന്നൊരു മാനനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കര വന്നപ്പോ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ പെണ്ണെ, നീ ഒറ്റുകൊടുത്തില്ലേ. ചാഞ്ഞു നിക്കണ ചാഞ്ഞു നിക്കണ പൂത്ത മാവിൻ കൊമ്പത്തെ ചില്ലയിൽ കേറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പല മരത്തിലും മൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്തു തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും, തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. പാട്ട് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ചേട്ടൻ അല്ലേ? ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 7 തവണയൊക്കെ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോകാൻ 7 തവണ പോകാനുള്ള ഭാഗ്യം കിട്ടിയത്. പ്രത്യക്ഷത്തില് എന്ത് വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ചിരി തോന്നുന്നത്, ഞങ്ങൾ ആബാലച്ചൻ്റെ അടുത്ത് ആദ്യം ട്രിപ്പ് പോകുന്ന സമയത്ത് ആബാലച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പണ്ട് ഇവിടുന്ന് ഒരു 26 തബലക്കാരും കുറച്ച് ഓർക്കസ്ട്രക്കാരും കൂടെ ഒക്കെ അമേരിക്കയ്ക്ക് പോയതാ, ബാക്കി എല്ലാവരും അവിടെ മുങ്ങി, 26 തബലയും ഞാനും മാത്രമേ തിരിച്ചു വന്നുള്ളൂ, അതുകൊണ്ട് അമേരിക്കയിൽ പോകുമ്പോൾ ദൈവത്തെ ഓർത്ത് മുങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ എംബസി ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇതാണ് മൊത്തം ടെൻഷൻ. കാര്യം അവരാദ്യം നമ്മളെ നോക്കുന്നത് നമ്മളവിടെ പോയി മുങ്ങാനാണോ എന്തിനാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ വിസ അടിച്ച് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ അമേരിക്ക ഇന്ത്യയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അമേരിക്കക്കാർക്ക് ശരിക്കും ഈ കായികത്തോട് വലിയ പ്രേമമില്ല. അതായത് അവർ അതിനെ വലിയ താഴ്ത്തിയാണ് കാണുന്നത്, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും. പിന്നെ തീർച്ചയായിട്ടും, കാരണം എൻ്റെ ഒരു നിഗമനമാണ്, ശരിയാ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചിരിക്കുക കൈയിടിക്കുക ചെയ്യണം. കാരണം ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗെയിം ഉണ്ടായി, നമ്മൾ ഇന്റർനാഷണൽ ഗെയിം എന്നൊക്കെയാണ് പേരിടുന്നത്, അല്ലെങ്കിൽ IPL എന്ന് പേരിടും. ഈ അടുത്തിടെ അമേരിക്കയിൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തി, അതിനെന്താ പേരിട്ടത്? കോപ്പ അമേരിക്ക. അമേരിക്കയ്ക്ക് കോപ്പാണ്, പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്താ? അപ്പോൾ ഇതുള്ളൂ. പിന്നെ രണ്ടാമത്, നമ്മൾ അവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു ദിവസം കൊണ്ട് റോഡിലുള്ള വെള്ളം മുഴുവൻ, മഴവെള്ളം മുഴുവൻ അവർ മാറ്റി. നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്, ഒരു ദിവസം കൊണ്ട് നമ്മുടെ റോഡ് മുഴുവൻ മാറ്റി കുളമായിരിക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ, എവിടെയാണെങ്കിലും ക്യാമറ ഉണ്ട്, റോഡിലുണ്ട്, അതുപോലെ മാളിലൊക്കെ ക്യാമറ ഉണ്ട്. അതൊക്കെയാണ് അമേരിക്കയുടെ പ്രത്യേകത. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം റോഡിലൊന്നുമില്ല ക്യാമറ, എല്ലാ ബാത്റൂമിലും ബെഡ്റൂമിലും ഡ്രസ്സിംഗ് റൂമിലും എല്ലായിടത്തും ക്യാമറയാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വികസനമാണ്. പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അമേരിക്കയിലേക്കാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവരിങ്ങനെ ചോദിക്കും, വാട്ട് ഹാപ്പൻ, ഹൗ ആർ യു, ഫൈൻ എന്നൊക്കെ പറഞ്ഞു പോകും. നമ്മുടെ ഇവിടുത്തെ പോലീസുകാരെങ്ങനെ തിരിച്ചു ചോദിക്കുന്നത്, എന്താടാ എവിടെ നോക്കിയാടാ വണ്ടി ഓടിച്ച്, വെള്ളം ഓടിച്ചാണ് വണ്ടി ഓടിച്ച്, മണപ്പിക്കടാ, തെണ്ടിയൊക്കെ രാവിലെ വണ്ടിയായിട്ട് ഇറക്കിക്കോളൂ. അപ്പോൾ ഇത് അമേരിക്കക്കാരും നമ്മുടെ കേരളക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയത്, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അത്രയാണ്.
എന്ത് എന്തേ കാണിക്കുന്നത്? അറിയുന്നില്ലല്ലേ? നോക്കി നിൽക്കുക, സൗന്ദര്യം അങ്ങ് ആസ്വദിക്കുകയാണ് ഇന്നങ്ങ് കേട്ടോ. അറിയത്തില്ലേ? ഇല്ല. മുള്ളമ്പന്നി വൃത്തിയോട് പറയാൻ നിൽക്കരുത്. ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾ വന്നിട്ട് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ തല്ലി. എന്നാ നിങ്ങൾ ഗസ്റ്റിനെ കണ്ടു തുടങ്ങിയേ? ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതാ. ഇത്ര പ്രായമുള്ള ഒരു സ്ത്രീ നിങ്ങൾ ഒരുമിച്ച് ഒരിക്കലും പഠിച്ചിട്ടുണ്ടോ? പ്രായത്തിന്റെ കാര്യം പറയരുത്. എന്നെ പോലെ അതും ഡൈവാരി തേച്ചേക്കുക. ചുമ്മാ പ്രായം പറയല്ലേ. എന്നാലും ഒരിക്കലും ഇല്ല. ചുമ്മാ മുള്ളമ്പന്നി ഇറങ്ങിയിരിക്കണേ. എന്നെ വിഷമിപ്പിക്കല്ലേ. എന്റെ ഓർമ്മയില്ലല്ലേ? എനിക്ക് ഓർമ്മയില്ല, സത്യം എനിക്ക് ഓർമ്മയില്ല. എന്നാ ഇപ്പൊ ഓർക്കും. ഇപ്പൊ ഓർക്കും. വന്നാലും പെട്ടെന്ന് പറഞ്ഞിട്ട് പോകട്ടോ. തോപ്പിക്കല്ലേ. പഴം തൊലിക്കണം, മുട്ടിലിട്ട് ഞവിടണം, വാരി വാരി തിന്നുമ്പോ എന്നെ കൂടി ഓർക്കണം. അന്ന് ഓട്ടോഗ്രാഫ് എഴുതി തന്നതാ. ഞാനോ? പിന്നെ എന്റെ അക്ഷരം കാണിച്ചേ. ഇത് പ്രചോദന്റെ അക്ഷരമല്ലേ? പിന്നെ ഇത്രയും നല്ല വൃത്തിയായിട്ട് ഞാൻ ഒരിക്കലും ഒരിക്കലും എഴുതില്ല. ഇത് ഞാനല്ലത്, എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയാം, പണ്ടേ കള്ളന എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഈ മയിൽപ്പീലി ഓർമ്മയില്ലയോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലയോ? ഇല്ല. എന്റെ അടുത്ത് ഈ മയിൽപ്പീലി തന്നിട്ട് പറഞ്ഞ് ഇത് മാനം കാണിക്കരുത്, മാനം കാണിക്കാതെ പുസ്തകത്തിനകത്ത് വെച്ചിരുന്ന പെറ്റ് പെരുവെന്ന്. മക്കളാണ് ഞാൻ 5 പെറ്റിട്ട് പോലും ഈ മയിൽപ്പീലി ഒരു പേര് പോലും പ്രസവിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും കള്ളത്തിന് ആരെടുത്തും പറയരുതായിരുന്നു. എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ കൂടെ പഠിച്ചു. എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്. ഇത്ര നേരമായിട്ട് എന്നെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഒരു വർഷം എന്റെ പേര് പറഞ്ഞ മനസ്സിലാവും. നല്ലൊരു ചെവിയോർത്ത് കേട്ടോ. എന്താ പേര് പറഞ്ഞു? സുഷമ്മ എച്ചിലെ ഓർക്കാൻ നിങ്ങൾക്ക് മനസ്സിലല്ലേ ഇതുവരെ? എച്ചിലോ? എച്ചിലല്ല, പിന്നെ സുഷമ്മ എച്ചൽ. ഓ, ഇൻഷലാണ്. എന്റെ ഇല്ല, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഞാൻ ഓർത്തു തരാം. പണ്ട് നമ്മള് ബിഎഡിന് പഠിക്കുമ്പോ. ബിഎഡിനോ? 8 BA പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഈ പ്രചോദിൽ മിമിക്രി കലാകാരനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ നേരെ എന്ത് ചെയ്ത്, പ്രചോദെ ഈ സംഭവം അല്ല, നേരെ കലാഭവനിൽ പോയി കാണിക്കണം. അതിന് എന്റെ എവിടുന്ന കാശെന്ന് ചോദിച്ചപ്പോ എന്റെ മൂക്കി കിടന്ന് കടുക്കനൂരി പണയം വെച്ച്. മൂക്കി കടുക്കനോ? മൂക്കിൽ ഏതാണ്ടുണ്ടല്ലോ. ഇത് ഊരി പണയം വെച്ചിട്ട് ഞാൻ പ്രചോദിന്റെ കാശ് കൊടുത്തപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, ഈ കടം ഞാൻ എങ്ങനെ വീട്ടു വന്ന്? അത് വാങ്ങിക്കാൻ വന്നതാ. ഒന്നെങ്കിൽ മൂക്കുത്തി അല്ലേ കാശ്. മൂക്കുത്തി അല്ലേ കാശല്ലേ? മൂക്കുത്തി അല്ലേ കാശ്. എനിക്ക് വീട്ടിലെന്റെ ഭർത്താവ് ചോദിക്കുമ്പോൾ ഞാൻ നോക്കൂത്തിയായിട്ട് വീട്ടിൽ നിൽക്കുക. അതറിയല്ലേ? മൂക്കുത്തി കണ്ടാ തിരിച്ചറിയൂ? മൂക്കുത്തി എനിക്കറിഞ്ഞൂടെ. ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ മൂക്കി കിടന്ന മൂക്കുത്തി എനിക്കറിഞ്ഞൂടെ തിരിച്ചറിയാനായിട്ട്. എനിക്ക് ഒന്നേ എനിക്ക് എന്റെ മൂക്കുത്തി അല്ലെങ്കിൽ എന്റെ അവിടെ കിടപ്പുണ്ട്, വിനയുടെ ചെവി കിടപ്പുണ്ട്. ഇങ്ങനെ തിരിഞ്ഞേ. ആഹാ, എന്റെ മൂക്കുത്തി എടുത്ത് ചെവിയെ കിടിച്ചിട്ട് അറിയത്തില്ലെന്ന് വിചാരിച്ചു. നിങ്ങളുടെ മൂക്കൂത്തിയോ? പിന്നല്ലാതെ ഞാനാണോ നിങ്ങളുടെ ഒപ്പം പഠിച്ചേ? ആഹാ, എനിക്ക് കൊച്ചുനാളി പഠിച്ചതറിയാം. എനിക്ക് മുഖം ഓർമ്മയില്ല. സംഭവം ഇത് തന്നെ, ആളിത് തന്നെ. ഇനി വന്നേ. പറഞ്ഞിട്ടുണ്ട്. പണ്ട് എന്റെ കൊച്ചുനാളിൽ എന്റെ അമ്മ സ്കൂളിൽ കഞ്ഞിവെപ്പുകാരിയായിരുന്നു. ദൈവത്തിനാണ് കഞ്ഞി വെച്ചിട്ട് നേരെ ആ കഞ്ഞി പാത്രത്തിനകത്ത് ഞാൻ കഞ്ഞി കൊടുത്തപ്പോഴത്തേക്ക് ആ കഞ്ഞി കുടിച്ചിട്ട് ആ പാത്രം ആൾക്കാർ തൂക്കി. എനിക്ക് മൂക്കൂറ്റി എന്നല്ലെങ്കിൽ ഞാൻ വെറുതെ പുറത്ത് നിൽക്കുക. അങ്ങോട്ട് തരാം. വാങ്ങി. ഹലോ. നമസ്കാരം. ഇതൊക്കെ എന്നെ ഇങ്ങോട്ട് അടിച്ചിട്ട്. ഞാനും ജിബ്രൂട്ടനെ അവിടെ ബാഗിൽ കളിക്കായിരുന്നേ. അപ്പൊ അവൻ പെട്ടെന്ന് എന്റെ അമ്മ വിളിക്കണമെന്ന് പറഞ്ഞു പോയി. അവന്റെ ബാറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ബോൾ അറിയോ. അവൻ എന്നും ഇങ്ങനെ തന്നെ. ഓ, ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓൾറൗണ്ടർ അല്ലേ. ഓൾറൗണ്ടർ ആണോ? ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. പിന്നെ എനിക്ക് ഈ ടെസ്റ്റ് ക്രിക്കറ്റും വൺ ഡേ മാച്ചിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ ഇഷ്ടം 2020 ക്രിക്കറ്റിനോടാ. ഓ, അത് 2020 ആണ് ഇഷ്ടം. അതാണ് ഈ 2020 ഇഷ്ടപ്പെടാനുള്ള കാരണം. 4 6 ഒക്കെ അടിച്ചു കഴിഞ്ഞാലേ ചെറിയ ഗേൾസ് കിടന്നെത്തുള്ളൂ. അത് കാണാൻ ഭയങ്കര രസാ. ഞാൻ പുള്ളി കാണിച്ചു തരാം. തുള്ളൽ കാണാൻ വേണ്ടിട്ട് ഞാൻ ലൈവ് മാച്ചും അതിന്റെ റീപ്ലേയും അതൊക്കെ കാണുന്നു. പിന്നെ ചേട്ടന് ഈ ക്രിക്കറ്റ് കളിയായിട്ട് എങ്ങനെ?
ഞാൻ നല്ല സ്പിൻ ബോളറാ. ആ ഫാസ്റ്റ് അല്ലെങ്കിലും പറ്റത്തില്ലല്ലോ. അതല്ലേ എടാ, പന്ത് ഞാൻ നന്നായിട്ട് കുത്തിത്തിരിക്കും ഞാൻ. പന്താണോ കുത്തിത്തിരിക്കുന്നത് അതോ ടീമിലെ ആൾക്കാരാണോ കുത്തിത്തിരിക്കുന്നത്? ഓ അല്ല ചേട്ടന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരന്റെ പേര് എന്താ? എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കായിക പ്രേമികൾക്കും ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരാളെ എല്ലാവർക്കും ഇഷ്ടം. വിനയ്ക്കും സൂര്യനും വിളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം ഒറ്റ ഒരാളേ ഉള്ളൂ, സച്ചിൻ ടെണ്ടുൽക്കർ. അതെ സച്ചിൻ ടെണ്ടുൽക്കർ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? ആ അതെ. അപ്പൊ ചേട്ടൻ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സച്ചിന്റെ വോയിസ് ഒന്ന് ചെയ്യോ? തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം സച്ചിൻ അദ്ദേഹത്തിൻ്റെ കളിയുടെ ക്രിക്കറ്റ് കളിയുടെ അവസാന ദിവസം പുള്ളി വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് വിട വാങ്ങുന്ന ഒരു സമയത്ത് എല്ലാവരും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും മനസ്സ് നിറഞ്ഞു പോയ ഒരു രംഗമായിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഏതാനും 1-2 വാക്കുകൾ ഞാനിവിടെ പറയാം. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം ഇതിലേക്ക് ക്ഷണിക്കുകയാണ്, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം യുവർ സച്ചിൻ ടെണ്ടുൽക്കർ. My life between 23 or 24 yards, which had to believe that a wonderful journey coming to an end. But I would like to take this opportunity to thank people who made an important role in my life. The most important person in my life, I missed him since 1999. He passed away, my father. Without his guidance, I don't think I wouldn't have standing here in front of you. Easy to get freedom. At the age of 11, every time he talked to me, a nice human being, which I will continue to do so. I try my best. I love my nation. I love my cricket. I love my India. Thank you, your Sachin. ചേട്ടാ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഈ സാധാരണ ഈ കളിക്കിടയില് ഈ ജയിച്ച ടീം സ്റ്റംപ് എടുത്ത് ഓടുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ജയിച്ച ടീം സ്റ്റംപ് എടുത്തോണ്ട് ഓടുന്നു. അതെന്തിനാ? അത് അവര് ജയിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് അവർ സ്റ്റംപ് എടുത്തോണ്ട് ഓടുന്നത്. ആ അതായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഈ തോറ്റ ടീം സ്റ്റംപ് എടുത്ത് കുത്തണ്ടെന്ന് വെച്ചാൽ അവര് ഓടുന്നതാണ്. അതല്ല, അവര് ജയിച്ച സന്തോഷത്തിൽ എടുത്ത് ഓടുന്നതാണ്. പിന്നെ ചേട്ടാ എന്റെ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കണം. കളിക്കാമല്ലോ അല്ലേ? അപ്പൊ ഞാൻ എന്താ ബോൾ ചെയ്യുന്ന ബാറ്റ് ബോൾ ചെയ്യാം. ആദ്യം ബോൾ ചെയ്യാം. ഇത് കളി അറിയാമോ? ആ കളി അറിയാം. പടാ ഇത് കൊള്ളാലോ. നീ അടിക്കണം. പക്ഷെ എനിക്ക് പറ്റിയ ബാറ്റാണോ ഇത്? ചേട്ടന് പറ്റിയൊരു ബാറ്റുണ്ട്, തരാം. ഞാൻ കൊണ്ടുവരാം. രണ്ടും കൽപ്പിച്ചാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ബാഹുബലി ശിവലിംഗം തൂക്കി വരുന്ന വഴിയായിരുന്നു. ബാഹുബലിയാണോ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ മറ്റേത് ബാഹുബലി, ഇത് ബാഹുബലി വരുന്ന പോലെ. ചേട്ടൻ ബോളി കിട്ടും. നല്ല സ്പിൻ ബോളർ. ഞാൻ ബോൾ ചെയ്യണം. കണ്ടാ സിക്സ് അല്ലേ അത്? ബോള് പോയി. നീ എന്താണോ ആരായിരുന്നു ഇവിടെ ക്രിക്കറ്റ് കളിച്ചത് സാർ? അത് ഞങ്ങൾ കളിച്ചേ. കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ കളിയായിരുന്നു. ഓ താങ്ക് യു. ഒരു 5000 രൂപ കോളുണ്ട്. ഓ മാൻ ഓഫ് ദ മാച്ച് ഉണ്ടോ? അല്ലല്ല, മാൻ ഓഫ് ദ സീരീസാ. ഇവിടുന്ന് ഒരു ബോൾ അടിച്ച് വെളിയിലോട്ട് വിട്ടില്ലേ, അത് എന്ന് കൊണ്ട് പുറത്തു വരുന്നൊരു കാറിന്റെ ചില്ലല. ആ ചില്ല് ഒരു മാന്റെ കണ്ണിൽ തറച്ച് കയറി ആ മാനെ കൊണ്ട് സീരിയസ് ആയിട്ട് ആശ്ചര്യം പോയി പോവാ. അതാ പറഞ്ഞ മാൻ ഓഫ് ദ സീരീസ് എന്ന്. എടുക്ക 5000 രൂപ. എന്തോ അടുത്തായിട്ട് നമുക്ക് ഗെയിം ആയാലോ? ഗെയിം ആകാം അല്ലേ? ഇതിപ്പോ നമ്മൾ സാധാരണ കളിക്കുന്ന ഡംഷർ ആർട്സ് ഇല്ലേ, അതിന്റെ ഒരു വേരിയേഷൻ ആണ്. സാധാരണ സിനിമാ പേരാണല്ലോ. ഈ കാർഡിൽ പക്ഷെ ഒരു പഴഞ്ചൊല്ലാണല്ലേ? പഴഞ്ചൊല്ലാണ്. അതെ. എന്തായാലും പാടുപെടും. അതെ, കുറച്ച് പാടുപെടും അല്ലേ? അപ്പൊ അത് അങ്ങനെ കാണിച്ചിട്ട് നമ്മൾ അതിന്റെ പേര് പറയണം അല്ലേ? അതെ, പറയണം. എപ്പോഴും 2 പേരൊക്കെ ഉണ്ടാവും. ഇത് പ്രചോദനം ഒറ്റക്കുള്ളതുകൊണ്ട് സെയിന്റ് മേരീസ് കോളേജില് മൾട്ടിമീഡിയക്ക് പഠിക്കുന്ന കുറച്ച് സുന്ദരിമാരിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടനെ സഹായിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലേ? അപ്പൊ എല്ലാ സുന്ദരിമാരും വരുമോ അതോ? എല്ലാ സുന്ദരിമാരല്ല, ആകെ 4 കാർഡുള്ളൂ. 4 സുന്ദരിമാർക്കാണ് അവസരം. കാർഡൊക്കെ കൂട്ടി വെക്കണ്ടേ? അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആരാ വരുന്ന? വരൂ 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 വരൂ. അടിപൊളി. ഓടി വരൂ. അവളുടെ പേരെന്തോ? ആര്യ. ആണോ? സെയിന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നു, മൾട്ടിമീഡിയക്ക് അല്ലേ? അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാമല്ലോ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു മോള് ആദ്യം കാർഡ് എടുക്കുക, പ്രചോദനം അഭിനയിക്കും. മോള് പറയണം. ഓക്കെ, റെഡി? മോള് കാണരുത്. സീരീസ് സെറ്റ്. അതെ ഇപ്പൊ പറയിപ്പിക്കാം. മിന്നുന്നല്ല പൊന്നല്ല. അത് തന്നെ, അത്രേ ഉള്ളൂ.
ഞാൻ ആദ്യം പറഞ്ഞ 4 കാർഡ് പോരാ, 4 കാർഡ് വേണം. അപ്പോ ആര്യ അടിപൊളിയുള്ളൂ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. എന്തോ നമുക്ക് ഗെയിമുകളുടെ ഒരു കുമ്പാരം തന്നെ ഉണ്ട്. രജോദേട്ടൻ വന്ന പ്രമാണിച്ച് നമ്മൾ അടുത്ത ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. തുടങ്ങിയേക്കാം. ഇതും സെയിം പരിപാടി. ഇതില് ഒരു വസ്തുവൊക്കെ ആകാം കേട്ടോ, ഒരു വസ്തുവൊക്കെ ആകാം. അത് നേരത്തെ നമുക്ക് അഭിനയിച്ച് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അഭിനയിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഒന്നും പറ്റില്ല. വരച്ച് മനസ്സിലാക്കിക്കണം വസ്തു എന്താണെന്നുള്ളത്. വരച്ച് ഭ്രാന്താകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത സുന്ദരിക്ക് കടന്നു വരാം. ഒരു കൈയടി എടുക്കൂ. അതാ മുഖലക്ഷണം വെച്ചിട്ടൊരു ചിത്രകാരിയുടെ അതെ ഒരു വരകാരിയുടെ എല്ലാ ലക്ഷണവും കാണുന്നു. അതെ. അപ്പൊ ഇനി ചോദ്യം എടുത്തോളൂ. അതെ കാണിക്കാം. ആ കുട്ടി കൂടി കാണിച്ചു. ഈ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പോഴും നടക്കാൻ പോകുന്നില്ലെന്നുള്ളത്. ഓക്കേ, എങ്ങനെയുണ്ട്? പതാക. ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യൻ പതാക. വെള്ളം, ഓറഞ്ച്. അതെ, ഒരു അഹങ്കാരമില്ലാണ്ട് പറഞ്ഞല്ലോ കേട്ടോ. അശോക ചക്രം. കളറാണോ? ഓരോന്നിന് കളറാണോ ചോദിച്ചത്? ഓക്കെ. പച്ച. മിടുക്കി മിടുക്കി മിടുക്കി. പച്ച. പോളെ പോളെ പോളെ. കൈയടിക്കൂ കൈയടിക്കൂ. ആട്. പശു. പൂച്ച. പച്ച. പച്ച. പച്ചക്കുതിരയാണ്. ഇത് ഞാൻ ഒരു ഷെയ്ക്കേണ്ട എന്തിനാണെന്നറിയൂ, ആ പച്ച കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി ഉണ്ട്. ഞാനാണെങ്കിൽ നേരം വിളിപ്പിച്ചു കേട്ടോ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. അവസാനമായിട്ട് ഒരാൾക്കും കൂടി അവസരം തരുന്നു. അവസാനമായിട്ട് ഒരു സുന്ദരിക്ക് കൂടി. പേര് നമ്മളുടെ പിടിച്ചോളൂ. കൃഷ്ണ. കൃഷ്ണ. കോൺഫിഡന്റ് അല്ലേ? രജോദേട്ടൻ വീണ്ടും എടുക്കുന്നു. ഞാൻ എടുക്കണം. അതെ, മിക്കവാറും ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ഒരു ദിവസം പോകാം അല്ലേ? മനസ്സിലായി. മൂങ്ങ. മൂങ്ങ. ഓ, പിടിച്ചു എളുപ്പമാണ്. കൈയുടെ വെള്ളിമൂങ്ങ. അത് വിളിച്ചു. അത് സംബന്ധിച്ചിട്ടോ മാത്രമല്ല സെന്റ് മേരീസിലെ കുട്ടികൾക്ക് വരക്കാനും അറിയാമെന്ന് തെളിയിച്ചു. ലുലു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രചോദനന്റെ ഒരു അടിപൊളി പാട്ടോട് കൂടിയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. Until then, bye. വിനയ്, എന്തായാലും വളരെ സന്തോഷമാണ്. കാരണം ഒന്നാമത് തൃശ്ശൂർക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നൊരു പാട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചൊരു പാട്ടാണ്. പൂരത്തിന് കാണാൻ വരുന്നുണ്ടോ എന്നൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ സുന്ദരികൾക്ക് വേണ്ടിയിട്ടും എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമുക്ക് ആ പാട്ടൊന്ന് പാടാം. പൊളിക്കാം. അപ്പോൾ ഇവരെ കയറി വരുമല്ലോ. എനിക്കൊരു കാര്യം ചെയ്യാം. സെന്റ് മേരീസ് കോളേജിലെ എല്ലാ കുട്ടികളും വരിക, നമുക്ക് ഒരുമിച്ച് പാടാം. എന്താ റെഡിയല്ലേ? നിങ്ങൾ പാടാനുള്ളവരാണ്. തൃശ്ശൂരിന്റെ സുന്ദരിമാരെ കയറി വരൂ. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. കൊടിമരം എനിക്കൊന്ന് കാണണം കാന്ത. കൊടിമരം എനിക്കൊന്ന് കാണണം കാന്ത. കൊടിമരത്തേലൊന്ന് കേറണം കാന്ത. കൊടിമരത്തേലൊന്ന് കേറണം കാന്ത. കൊടിമരം എനിക്കൊന്ന് കാണണം കാന്ത. കൊടിമരത്തേലൊന്ന് കേറണം കാന്ത. കാന്ത വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത. വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത. കുട്ടി അതിലൊന്ന് കൊളുത്തണം കാന്ത. വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത. വെടിക്കുട്ടി അതിൽ
മിലകില്ലെന്ന് കൊളുത്തണ്ണ കാന്ത കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ സിനിമയും എനിക്കൊന്ന് കാണണം കാന്ത മിലകില്ലെന്ന് കൊട്ടണ കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ